ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് നമ്പർ 92, ഡേ 90. ഇന്നലെ കുറെ പേര് ഞാൻ ഈ മാസമാണ് എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ കുറെ ബർത്ത്ഡേ വിഷസ് ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, നവംബർ 27 എന്റെ ബർത്ത്ഡേ. ഓക്കെ, ഒരു മച്ചൻ സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു ബ്രോ. അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നു. കാര്യം ഇന്ന് എവിക്ഷൻ നടന്നിട്ടുണ്ടെങ്കിലും നമുക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടായില്ല. ഇവന് എത്രയോ കാലം പോകേണ്ട ഒരുത്തൻ ഇപ്പൊ പോയേക്കുന്നു. ഇന്ന് ഈ എവിക്ഷൻ കഴിഞ്ഞ സമയത്ത് ഏഷ്യാനെറ്റ് ഇവനെ പിടിച്ച് സാബുവാണെന്ന് എവിക്റ്റ് അറിഞ്ഞു കാണുമല്ലോ. ഈ സാബുവിനെ പിടിച്ചു നിർത്തി കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ ഇവന്റെ അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട്, ഇത് ഫെയർ എവിക്ഷൻ ആണോ അത് അൺഫെയർ എവിക്ഷൻ ആണോ? അപ്പൊ സാബു തന്നെ പറയുന്നുണ്ട്, ഇത് ഫെയർ എവിക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എല്ലാ തവണയും നാട്ടുകാരും ഞെട്ടുന്നുണ്ട്, അവനും ഞെട്ടുന്നുണ്ട്. സാബു സേവ്ഡാന്ന് പറയുമ്പോഴത്തേക്ക് ഈ വട്ടം അതുകൊണ്ട് അവന് വലിയ ഞെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുള്ള പ്രത്യേക പണ്ട് പോകേണ്ടവനായിരുന്നു. ഇത്രയും കാലം പിടിച്ചു നിന്നല്ലോ. ലോട്ടറി കാണാൻ പോലെ നിനക്ക് ലോട്ടറി 2025 ഏറ്റവും വലിയ ഭാഗ്യവാൻ മറ്റേ 25 കോടി അടിച്ച് ലോട്ടറി അടിച്ച മനുഷ്യനൊന്നുമല്ല. ഇത്രയും കാലം 30ാമത്തെ ദിവസം കയറിയാണ്ട് 91 ദിവസം നിനക്കാണ് ഏറ്റവും വലിയ ലോട്ടറി അടിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോകാൻ. ഇന്നത്തെ എപ്പിസോഡിനകത്ത് കുറച്ച് ഫ്രണ്ട്ഷിപ്പുകളെയൊക്കെ പറ്റിയാണ് സംസാരിക്കുന്നത്. നാട്ടുകാരെ ബന്ധിപ്പിച്ച് കുറച്ച് അവസാന ഘട്ടങ്ങളിൽ കുറച്ച് സ്നേഹമൊക്കെ കൂടെ കാണിക്കണമല്ലോ. അതിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസിന്റെ ടീം കുറച്ച് ടാസ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഉള്ളിലുള്ള സ്നേഹങ്ങളും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നിട്ടെല്ലാം വേണ്ടിയുള്ള ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ കാര്യങ്ങളും പിന്നെ നെവിനൊരു ടാസ്ക് കൊടുത്തു. അങ്ങനെ അല്ലാതെ തട്ടിക്കൂട്ടൊരു പരിപാടി കാണിച്ചു. പിന്നെ അവസാനം സാബുവിനെയും പറഞ്ഞു വിട്ട് ലാലേട്ടൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അടുത്ത ആഴ്ച മിഡ് വീക്ക് എവിക്ഷൻ വരുന്നുണ്ട് എന്നും കൂടെ പറയുന്നുണ്ട്. ഇപ്പൊ നിലവിൽ 7 പേരല്ലേ ഉള്ളത്. 7 പേരെന്ന് പറയുമ്പോൾ ആദില, 3 ഗേൾസ്, പിന്നെ അനീഷ്, അക്ബർ, നെവിന്, ഷാനവാസ്, 7 പേരുണ്ട് നിലവിൽ. ഇപ്പം ഇതിനകത്ത് 2 പേര് മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞ് മിക്കവാറും പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാലേ നമുക്കൊരു ടോപ്പ് 5 കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഏറ്റവും അവസാനം 100യുടെ ഒരു നിരാശയൊക്കെ നമുക്ക് കാണാൻ പറ്റി ഈ എപ്പിസോഡിന്റെ അവസാനം. ടിക്കറ്റ് പിന്നാലെ എന്ന് പറഞ്ഞ് സാധനം കൊടുത്ത് പറ്റിച്ചെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാവമാണ് 100 ഇവിടെ ഇട്ടത്. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോകാം ഗൈസ്. ലാലേട്ടൻ വന്നിട്ട് അനുമോളോട് അനീഷിനോട് ചോദിക്കുന്നത് എത്ര ദിവസം നിക്കണമെന്നും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത്ര അനുമോള് ചാടി തന്നെ പറയുന്നുണ്ട്, ലാലേട്ടൻ ഞാൻ 100 ദിവസം നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിനുള്ള പണി പുറത്ത് കൊടുത്തിട്ടാണല്ലോ വന്നത്. അപ്പൊ പിന്നെ 100 ദിവസം കൺഫേമായിട്ട് നിൽക്കുമെന്ന് അനുമോൾക്ക് അറിയാം. അനുമോൾ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് വന്നത്. അതുപോലെ ലാലേട്ടൻ അനുമോൾ ചോദിക്കുന്നുണ്ട്, അനുമോൾ എത്ര ദിവസമായി അനുമോൾ വന്നിട്ട്? അനുമോൾ പഠിക്കാതെ കൃത്യമായിട്ട് 93 ദിവസമായി എന്ന് പറയുകയാണ്. ആക്ച്വലി 91 ദിവസമായതേ ഉള്ളൂ. ഇന്ന് 92ാമത്തെ എപ്പിസോഡാണ്. കൂടുതൽ വിളിച്ച് പറയുമ്പോൾ അനുമോള് കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് നമ്മൾ നോക്കി പഠിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുള്ളതിൽ ആ ഹൗസിൽ വളരെ കൃത്യമായിട്ട് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഇത് ഇത്രാമത്തെ ഡേ ആണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുന്നത് അനുമോൾ മാത്രമാണ്. 88ാമത്തെ ദിവസം വരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ആ ഒരു ദിവസവും ഇന്ന് 88 ദിവസമായി എന്ന് ഹൗസ് മേറ്റ്സിന്റെ അടുത്ത് വളരെ കൃത്യമായിട്ട് തന്നെ പഠിപ്പിച്ചു വിടുന്നതാണ്. കൃത്യമായി ഡേ കൗണ്ട് ചെയ്തിരിക്കണം. ഇന്ന എത്ര ഡേ ആകുമ്പോഴത്തേക്ക് ഇന്ന ഒരു സാധനം പൊട്ടിക്കണം, ഇത്ര ഡേ ആകുമ്പോഴത്തേക്ക് ഇന്ന സാധനം കൊടുക്കണം, ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസം നീ ലീഡ് ചെയ്യണം, പിന്നെ 2 ദിവസം സൈലന്റ് ആയിട്ടിരിക്കണം. ഈ ഒരു പാറ്റേൺ അനുമോളെ പഠിപ്പിച്ച് അകത്തോട്ട് വിട്ടതാണ്. അതൊരു ഈ ഡേ കൗണ്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഡേ കൗണ്ട് ചെയ്താണ് അതിനകത്ത് നിൽക്കുന്നത്. ഇന്നെന്താണെന്ന് അറിയില്ല, അത് കഴിഞ്ഞിട്ട് നെവിന്റെ മറ്റേ ടാസ്ക് ആയിരുന്നു. ഇന്നലെ ലാലേട്ടൻ നെവിൻ ഒരു മണി ബാങ്ക് ടാസ്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നെവിൻ പുറത്ത് കാർ ഇട്ടിട്ടുണ്ട്. ആ കാറിൽ പോയിട്ട് പൈസ എടുത്തോണ്ട് അകത്തോട്ട് വരണം. 1 മിനിറ്റ് സമയം, 1 ലക്ഷം രൂപ 10 ബണ്ടിൽ, 10,000 രൂപ 10 ബണ്ടിൽ. 4 ലക്ഷം ഒന്നും ഇല്ല, അവന് 1 ലക്ഷം രൂപയുടെ 10 ബണ്ടിലായിരുന്നു കൊടുത്തിട്ടുള്ളത്. നെവിൻ നട പോകുന്ന വഴിക്കാണ്ട് അവിടെ പോയിട്ട് മറ്റേ പില്ലോന്റെ കവറൊക്കെ എടുത്തോണ്ടാണ് പോകുന്നത്. പൈസ ചാക്കിനകത്ത് കെട്ടിക്കൊണ്ട് വരാൻ വേണ്ടിട്ട് പോകണം തോന്നുന്നു. അങ്ങനെ ടാസ്ക് കൊടുക്കുകയാണ്. നെവിൻ ഓടുന്നു, കാറിനകത്ത് കയറുന്നു, അറിഞ്ഞാ പുറഞ്ഞ നോക്കുന്നു. എന്നിട്ട് ഇവർ ഇത്രയും നോക്കിയിട്ട് നാണ്ട് ഇവിടെ ഈ മേളിൽ കുത്തിക്കേറ്റി വെച്ച സാധനം കണ്ടില്ലെന്നേ. ഇവന്റെ പട്ടി സെൻസ് ഒക്കെ ഇറക്കിയത് കണ്ടുപിടിക്കേണ്ടതാണ്. പിന്നെ ഇവൻ നമ്പർ ഒന്നും എണ്ണുന്നൊന്നുമില്ല. 1, 2, 3 അങ്ങനെ എണ്ണുന്നൊന്നുമില്ല. എണ്ണാതാണ് പോകുന്നത്. പക്ഷേ പോകാൻ നേരത്താണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ ഒരു 9 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവൾ TV സ്ക്രീനിൽ കൗണ്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. 9, 8, 7 അങ്ങനെ കൗണ്ട് ചെയ്യുന്ന നമ്പർ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ സൗണ്ട് കേൾക്കുന്ന സമയത്ത് ആക്ച്വലി ഇവർക്ക് തിരിച്ചു പോകാൻ മനസ്സിലായ അത് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് അതുപോലെ ആ TV സ്ക്രീനിന്റെ
എന്നിട്ട് ഈ നെവിൻ എല്ലാവരുടെ അടുത്തും മുമ്പിൽ ചെന്നിട്ട് പൈസ ഇരക്കുകയാണ്. കാര്യം ചോദിക്കും, നെവിൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം. അനീഷാണ് പണി തുടങ്ങുന്നത്. അനീഷ് എണീറ്റ് എന്നിട്ട് പറയും, എനിക്കൊരു 16,000 രൂപ കിട്ടിയിട്ടുണ്ട്, അതിനകത്ത് ഒരു 6,000 രൂപ നിനക്ക് ഞാനങ്ങ് തന്നേക്കാം, എനിക്ക് 10,000 മതി. ഒരാൾ എണീറ്റ് ഇന്ന് ഇവന് ഇത്ര പൈസ കൊടുക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് പുറകെ വരുന്ന എല്ലാവരും ആ ഒരു പാറ്റേൺ പിടിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് ഷാനവാസിന്റെ അടുത്ത് പോയി ചോദിക്കും. ഷാനവാസം കൊടുക്കും 4,000 രൂപ. 14,000 കിട്ടിയിട്ട് 10,000 എടുത്തിട്ട് 4,000 ഷാനവാസം കൊടുക്കും. 100 എടുത്ത് ചോദിക്കുമ്പോൾ 100 കൊടുക്കും. 50,000 രൂപ. 100 അവർ മൂച്ചിരുന്നാ മോനെ 50,000 രൂപ നീ വെച്ചോ. പിന്നെ ആദിലെടുത്ത് മേടിക്കത്തില്ല. ഇവർ രണ്ടുപേരും ഒരു ഫാമിലി ആയിട്ട് ഇവര് ആദിലെടുത്ത് മേടിക്കത്തില്ല. പിന്നെ അനുവിന്റെ അടുത്ത് ചെല്ലും. അനുവിന്റെ അടുത്ത് ചോദിക്കുമ്പോ അനു ഒന്ന് മടിക്കും ഇവന് കൊടുക്കാൻ. പക്ഷെ എന്നാലും 10,000 രൂപ അനുമോളും ഓഫർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അക്ബറിന്റെ അടുത്ത് ചെല്ലും. അക്ബറിന്റെ അടുത്ത് എന്നിട്ട് പറയും, നീ ഞാൻ എടുത്ത ചെക്ക് 15,000 കൂടാതെ എനിക്ക് എത്ര തരും? അവര് തമ്മിലൊരു ഫണ്ണി കോൺവെർസേഷനോടെങ്കിൽ അക്ബർ പറയും, ലാലേട്ടാ 40,000 രൂപയിൽ കുറയാതെ ഞാൻ ഇവന് കൊടുക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് 6,000, ഷാനവാസ് 4,000, 10,000, 100, 50,000, 60,000 ആയി. പിന്നെ അനുമോള് 10,000, 70,000 ആയി. 40,000 കുറയാതെ കൊടുക്കുമ്പോൾ 40,000, 1,10,000 ആയി. അത് കഴിഞ്ഞിട്ട് സാബുവിന്റെ അടുത്ത് ചോദിക്കും, പറയണ എന്റെ ഒന്നുമില്ല, നീ വണ്ടി കുറച്ച് തരാൻ പറയുമ്പോഴത്തേക്ക് ഇവന് ഒരു 15,000 രൂപ സാബുവിനും കൊടുക്കാന്ന് പറയും. അങ്ങനെ 1,10,000 15,000 കുറയോ 95,000 രൂപ. 95,000 പ്ലസ് ഇവന് കിട്ടിയ 50,000 രൂപയുടെ കൂട്ടുപെട്ട് 1,45,000 രൂപയാണ് നെവിന് കിട്ടുന്നത്. 50,000 രൂപ കളിച്ച് നേടി, 95,000 രൂപ എരന്ന് നേടി. മിടുക്കനാ. ഇത്രയും നേരം ഈ നെവിന് പൈസ കൊടുത്തിട്ട് ഒരു മനസ്സോടെ അതിനകത്ത് കൊടുത്തത് അനുമോളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സീരിയസ്ലി അനുമോൾ ഒരു പിന്നെ നെവിൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നെവിൻ അത്യാവശ്യം ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഈ ഒരു സീസണിൽ നോക്കുവാണെങ്കിൽ പലപ്പോഴും ഇവരെടുത്ത ഡ്രസ്സ് നോർമൽ ഡേയ്സിൽ ഇടുന്ന പല ഡ്രസ്സും തന്നെയാണ് അവൻ ലാലേട്ടൻ അനുമോളുടെ കുറെ ഡ്രസ്സ് നെവിൻ പറക്കി ഇടാറുണ്ട്. അപ്പൊ അവൻ അത്യാവശ്യം ഫിനാൻഷ്യലി അത്ര സൗണ്ട് ആയിട്ടുള്ള വ്യക്തിയല്ല. അതുകൊണ്ട് അവന്റെ കൂട്ടുകാരൻ അഭിഷേക് എന്ന് പറയുന്നുണ്ടായിരുന്നു, അവന് പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുള്ള സൗണ്ട് അല്ല എന്ന് അഭിഷേക് ദേവ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ്, ഒരു ഹാർട്ടിന്റെ ടാസ്ക് കൊടുക്കുകയാണ്. അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തിന് നിങ്ങളൊരു ഹാർട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. എന്നൊക്കെ പറയുന്നതിന്റെ കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തിന് ഹാർട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. നെവിൻ ഹാർട്ട് കൊടുക്കുന്നത് അക്ബറിനാണ്. നെവിനെ ഇമോഷണലി ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അവർക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അക്ബറിനും നെവിനും അക്ബർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ മനസ്സിലായതാണ്. അക്ബറിന് നെവിൻ ഹാർട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഷാനവാസിന് ഹാർട്ട് കൊടുക്കുന്നത് സാബുവാണ്. എന്നിട്ട് സാബു പറയുന്ന റീസൺ ഈ ആഴ്ച അവൻ കുറച്ച് ഡൗൺ ആയിരുന്നു. എന്തുവാ ഇവനെ മറ്റേ അവന്മാരെ വിളിക്കാറുണ്ട്, അങ്ങനെയാണ് ഡൗൺ ആയത്. സാബു അത്രേ ഉള്ളു. സാബു ഇച്ചിരി എത്രയും മതി ഡൗൺ ആവും. അന്നേരം ഷാനവാസ് കുറച്ച് കോമ്പറ്റീഷൻ പറഞ്ഞു ഇവനെ ഷാനവാസ് തൂക്കി വിട്ടതാ. അതുപോലെ മനസ്സിലായില്ല. അതുകൊണ്ട് ആ ഒരു സ്നേഹം കൊണ്ട് ഷാനവാസിനാണ് ഹാർട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അനുമോള് വന്നിട്ട് രണ്ടുപേരും കൂടെ കൊടുക്കണം. ആർക്കാണ്? ആദിലേക്കും കൊടുക്കണം, നൂറയ്ക്കും കൊടുക്കണം. ലാലേട്ടൻ പറഞ്ഞത് ഒരാൾക്ക് കൊടുക്കാനാണ്. അതിനിടെ നൂറയുടെ നടുക്ക് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അനുമോള് പോകുന്നു. എല്ലാ ആഴ്ചയിലും ചെറുതായിട്ടെങ്കിലും ലാലേട്ടന്റെ വായിന്ന് എന്തെങ്കിലും ഒന്ന് കേട്ടില്ലെങ്കിൽ അനുമോള് തുറക്കം വരുന്നില്ലെന്ന് തോന്നുന്നു. കാര്യം ലാലേട്ടൻ അപ്പോഴും ലാലേട്ടൻ മുഖം കറുപ്പിച്ച് പറയും. ഞാൻ പറയുന്നതിന് നേരത്തെ വിപരീതമായിട്ട് ഞാൻ എന്താ പറയുന്നത് ചോദിച്ചു. ലാലേട്ടൻ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് അതിലേക്ക് ബാക്കിയുള്ള പറയണം എന്നുള്ളൊരു രീതിയിൽ ആദിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അനുമോളെടുത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് ഈ ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ഒന്നിക്ക് ക്യൂട്ട്നെസ് വാരി മെഴുകി എറിയും, അല്ലെങ്കിൽ കുഴപ്പമില്ല ലാലേട്ട എന്നുള്ളൊരു മറുപടി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ആണെങ്കിൽ എന്തോ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരാൾ ഇവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ. ആ ഒരു ടാസ്ക് അനുമോള് മാത്രമാണ് വെറും കൂതറായിട്ട് ചെയ്യുന്നത്. അനുമോൾ എടുത്തിട്ട് പറഞ്ഞു 100 ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ ലോൺ എടുക്കാൻ വേണ്ടി 100 ഇവിടെ കാണത്തില്ല, വേറൊരാൾ ഇവിടെ ഇല്ലേനെന്ന്. ഈ രീതിയിൽ പുള്ളിക്കാരൻ ചോദിക്കുന്നതിന് പലതവണയായിട്ട് പല വീക്കിന്റെ എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ലാലേട്ടൻ തന്നെ അനുമോളെ ആ ഒരു കാര്യത്തിൽ പറഞ്ഞ് വഴക്ക് പറയുന്നത് ഏതാണ്ട് അതിന് സമാനമായിട്ടൊരു കാര്യമാണ്. ഒരാൾക്ക് കൊടുക്കാനാണ് പറഞ്ഞത്, ഒരു ഇത് മാത്രമേ ഉള്ളൂ. അനുമോൾക്ക് വേണമെങ്കിൽ വളരെ നൈസായിട്ട് ഫീൽ ചെയ്യും. പൊട്ടിക്കെങ്കിലും ഒന്ന് കേൾക്കാതെ അനുമോൾ
അനുമോൾക്ക് ഉറങ്ങാൻ വരുന്നില്ല. അനുമോളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആദിലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ എന്നാണ് പറയുന്നത്. ശരിയാണ്, ആദില ചൂണ്ടിക്കാണിച്ച് തരാറുണ്ട്, അനുമോൾക്ക് അത് തീരെ ഇഷ്ടപ്പെടാതെ ഇരിക്കാറുമുണ്ട്. അതിന്റെ പേരിലാണ് ഇവർ തമ്മിൽ കൂടുതൽ അടി ഉണ്ടാവുന്നത്. പിന്നെ കൂട്ടത്തിട്ട് കുത്താറുണ്ട്. നല്ല സൂപ്പർ ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ വേറൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, പഴയ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ കട്ടപ്പ ശൈത്യ ഇറങ്ങിയണം തൊട്ട് അനുമോളെ പുറകെ കിടന്ന് അപരാധിയാണ്. കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയപ്പോ ഇന്നും കാണുന്നു, എന്റെ പൊന്ന് ദൈവമേ, ഇതുപോലൊരു സുഹൃത്തിനെ എനിക്ക് ജീവിതത്തിൽ തരല്ലേ എന്നാണ് കമന്റ് സെക്ഷനിൽ ഓരോ തോമാരെ അടിച്ചിട്ടേക്കുന്നത്. കാര്യം ഇതുപോലൊരു സുഹൃത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം തീർന്നു. കാര്യം ഇവിടെ ഇറങ്ങിയണം തൊട്ട് അനുമോളെ അപരാധിക്കാൻ തുടങ്ങിയത്, മറ്റേ 5-ാം നമ്പറുടെ എപ്പിസോഡ് തൊട്ട് അപരാധിക്കാൻ തുടങ്ങിയതാണ്. ഇനി കട്ടപ്പ ശൈത്യാണ് അപരാധം. ഫ്രണ്ട്ഷിപ്പുകൾ ഒരു എക്സിസ്റ്റൻസിന്റെ ഷോ ആണ്. തമ്മിലടിച്ചും കുതുകാല് വെട്ടിയും സ്നേഹം നടിച്ചും കൈയിട്ട് വാരിയും പോക്രിത്തരം കാണിച്ചും തന്തയില്ലായ്മ പറഞ്ഞും എക്സിസ്റ്റ് ചെയ്യും. ബിഗ് ബോസ് ഷോ. അപ്പോ ഇവർക്ക് പരസ്പരം എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു ഉപാധിയാണ് ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്. അല്ലാതെ ഒരു കാലത്തും യവറ്റകള് ഫ്രണ്ട്ഷിപ്പ് ആകുന്ന ടീമേ അല്ല. ബിഗ് ബോസിൽ വന്നതിന്റെ പേര് മാത്രം ഫ്രണ്ട്ഷിപ്പ് ആയതാണ്. മത്തിക്കറി പായസം കൂട്ടി കുടിച്ചാൽ പോലും എവരുടെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ദഹിക്കില്ല, സത്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് അക്ബർ വന്നിട്ട് നെവിനാണ് അവന്റെ ഹൃദയം കൊടുക്കുന്നത്. അതെ അതെ, നിനക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിച്ചു. അത് നമ്മൾ കണ്ടു. എങ്ങനെ കട്ട് തിന്നാം, എങ്ങനെ ഒളിച്ചിരിക്കാം, എങ്ങനെ പുറകേന്ന് കുത്താം, എങ്ങനെ ഗോതമ്പ് ദോശ നിന്ന് വണ്ണം വെക്കാം, ഏത് സാഹചര്യത്തിലും എങ്ങനെ കിടന്നുറങ്ങാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നെവിന്റെ ടാലന്റ് നമ്മൾ കണ്ടതാണ്. വെറും ചോറ് ഉപ്പും മാത്രമേ ഉള്ളെങ്കിലും വളരെ ലക്ഷറി ആയിട്ട് ജീവിക്കാമെന്ന് നെവിൻ നമ്മളെ പഠിപ്പിച്ചു. അത് വലിയൊരു പാഠമാണ്. അങ്ങനെ ഒരുപാട് ടാലന്റുകൾ നെവിനിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. അവൻ പ്രകടിപ്പിക്കുകയുണ്ടായി. നല്ല ടാലന്റ് ആണ്, ജീവിതത്തിൽ ഉപകാരപ്പെടട്ടെ. ഇന്ന് ഇവന്റെ കൂട്ടുകാരുണ്ടല്ലോ അഭിഷേക് ചെയ്ത്, അവന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. ഇന്റർവ്യൂ അല്ല, മറ്റേ ഓൺലൈൻ മീഡിയക്കാരെടുത്ത് മൈക്കും കൊണ്ട് വരുമ്പോൾ അവരെന്തൊക്കെ പറയുമല്ലോ. അതിന് അവൻ പറയാണ്, ഒരു ദിവസം ഇവൻ KFC ചിക്കൻ ഓർഡർ ചെയ്തു. യവന് പാഴ്സൽ വന്നപ്പോ കിട്ടിയത് ചെറിയ പീസ് എന്തോ ആണ്. യവൻ ഈ പീസുമായിട്ട് അങ്ങ് ചെന്ന് എന്നിട്ട് അവിടെ പോയി അടിയുണ്ടാക്കി. നീയൊക്കെ എനിക്ക് ചെറിയ പീസ് തന്നെന്നും പറഞ്ഞു. ആ മുതലാണ് ഇത്. അന്നേരം ഞാൻ ആലോചിച്ച്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസ് ഒന്നും കാണിച്ചിട്ടില്ലെന്ന് ആലോചിച്ച് നോക്കി. നെവിനെ റിയൽ ലൈഫ് തന്നെ വലിയ മാറ്റമൊന്നും ഇല്ല കേട്ടാ. അത് കഴിഞ്ഞിട്ട് ആദില അനുമോൾക്ക് കൊടുക്കുകയാണ്. നൂറേയും ആദിലയും അനുമോൾക്കാണ് കൊടുക്കുക. അങ്ങനെ അനുമോൾക്ക് 2 ഹൃദയം കിട്ടിയിരിക്കുകയാണ്. 2 അല്ല, 1 3 കിട്ടിയായിരുന്നു. അനുമോട് വേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അനുമോളെ മാടി വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അനുമോൾക്ക് അങ്ങോട്ട് പോകാൻ വലിയ താല്പര്യമില്ല. ഇപ്പൊ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ, നിങ്ങളെ ഞങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് പരസ്പരം മനസ്സിലായി, നിങ്ങളെ നമുക്കും മനസ്സിലായി. സൂപ്പർ ഫ്രണ്ട്ഷിപ്പാണ്, സൂപ്പർ ഫ്രണ്ട്ഷിപ്പാണ്. ഈ വട്ടം ഫ്രണ്ട്ഷിപ്പല്ല, നല്ല ഒന്നാമതൊരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് കേൾസ്. കാര്യം കട്ടപ്പ 1, കട്ടപ്പ 2, കട്ടപ്പ 3 ഇങ്ങനെ പറയേണ്ടി വരും. സാധാരണ ഒരു സീസണിൽ ഒരു കട്ടപ്പയൊക്കെ കാണത്തുള്ളൂ. ഇത് മൊത്തം കട്ടപ്പ കളികളാണ്. അതിലൊന്നും പറഞ്ഞു സന്തോഷം കൊണ്ടാ കരയുന്നേന്ന് മരൊക്കെ കരച്ചില്ല കണ്ടോ. അത് കണ്ടിട്ട് ലാലേട്ടന്റെ വരെ കണ്ണു നിറഞ്ഞെന്ന് ലാലേട്ടൻ പറയുകയുണ്ടായി. ട്രോളിയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഷാനവാസ് ഹൃദയം കൊടുക്കുന്നത് നമ്മുടെ അനീഷിനാണ്. അനീഷിന്റെ ഒരു നിപ്പുണ്ട്. അനീഷ് കഷ്ടപ്പെട്ട് മുക്കി കരയാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അനീഷ് ഈ വന്ന് ഏറ്റവും അവസാനം താഴ്ചയോട്ട് വന്നപ്പോഴത്തേക്കും ഇതിങ്ങനെ
ശരിക്കും ചെയ്യുന്നതാണോ അതോ ഡ്രാമയാണോ മനസ്സിലാവുന്നില്ല, സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. അനീഷൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി കരയാൻ വേണ്ടിട്ട് പോവാണ്. കരയാൻ വേണ്ടി പോലെ കണ്ണീന്നൊക്കെ വന്ന് എക്കിപ്പിഴിഞ്ഞ് 2 തുള്ളിയൊക്കെ എങ്ങനെയൊക്കെ പുറത്ത് ചാടിപ്പിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്ന് ലാസ്റ്റ് മൊമെന്റ് വന്നിട്ട് മറ്റേ ഇമോഷണൽ സാധനം ഇട്ടിട്ട് വോട്ട് പറിക്കാനുള്ള പരിപാടിയും കണ്ടാണ്. പഠിച്ചു വന്നേക്കാണ് കേട്ടോ, പഠിച്ചു വന്നേക്കാണ്. പിന്നെ അനീഷിന്റെ നെഞ്ച് കല്ലാണ്. അങ്ങേരുടെ നെഞ്ച് കല്ലൊന്നും അല്ല, അങ്ങേർക്ക് മൂത്രത്തിൽ ചിലപ്പോ 5-6 കല്ല് കാണും, അല്ലാതെ നെഞ്ച് കല്ലൊന്നും അല്ല. അത് അനുഭവം നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ആദ്യം കാണിച്ച ഒരു മുരട്ട സ്വഭാവം ഉണ്ടാവും നിങ്ങളുടെ അഭിനയം, അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത് അഭിനയം. എന്താണെങ്കിലും കല്ലും മണ്ണും സിമന്റും ഒന്നും അല്ല. അനീഷിന്റെ ഉള്ളിൽ നല്ലൊരു മനുഷ്യനൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അതാ പറഞ്ഞേ, ഇങ്ങനെ സ്വയം കല്ലാണോ വരുത്തി തീർത്തത്. കല്ലാണ് ആ ഒരു സെറ്റപ്പിനെ പിടിച്ചതാ. ഇത് കഴിഞ്ഞിട്ട് ലാലേട്ടന്റെ വക വേറെ കല്ലും കൊണ്ടൊന്നും ഒരു മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ആരെങ്കിലും ഒക്കെ ഉടക്കും, പക്ഷെ ഉടയ്ക്കും. അതൊരാളാകാം പെണ്ണാകാം. ഈ പെണ്ണാകാം എന്ന് പറഞ്ഞ ആ ഒരു മൊമെന്റിൽ ക്യാമറമാൻ അനുമോളുടെ മോന്ത കാണിക്കും, ക്യാമറമാന്റെ ബ്രില്യൻസ്. അങ്ങനെ അനീഷ് പറയുന്നുണ്ട്, അതെ അതെ അതെ. അനുമോളുടെ അന്നേരത്തെ മൈൻഡ് വോയിസ് ഇങ്ങനെ ആയിരിക്കും, തന്നെ ഉദ്ദേശിച്ചോണ്ട് മാത്രം ഉദ്ദേശിച്ചോണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ബോർഡിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഗെയിമർ, എന്റർടൈനർ, സഹാനുഭൂതി, വിശ്വസ്തതയുള്ളവൻ, സത്യസന്ധനായിട്ടുള്ളവൻ, നിലപാടിൽ സ്ഥിരതയുള്ളവൻ. ഇവരിൽ ആരൊക്കെയാണ് അതിന്റെ ഒരു പെർസെന്റേജിന്റെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്, പച്ച മഞ്ഞ ടോപ്പ് ലൈൻ. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യുക, ഓരോരുത്തരുടെ ഫോട്ടോ കൊണ്ട് അതിനകത്ത് ഒട്ടിക്കുക. ആദ്യം നെവിൻ വരും. നെവിന് കിട്ടുന്നത് അനീഷിനെയാണ്. അനീഷിന് ഒരു 80% ഗെയിമർ എന്നുള്ള രീതിയിലാണ് നെവിൻ ഒട്ടിക്കുന്നത്. എന്റർടൈൻമെന്റിന്റെ കാര്യത്തിൽ അനീഷിന് 10% കൊടുക്കുന്നത്. സഹാനുഭൂതി അനീഷിന് 100%, വിശ്വസ്തത 100%, സത്യസന്ധത 100%, നിലപാടിലെ സ്ഥിരത 70%. എന്നിട്ട് നെവിൻ പറയുന്ന ഒരു കാര്യം, ഇത് 100% ആയിരുന്നു, പക്ഷെ ലാസ്റ്റ് വീക്കിൽ അനുമോളുടെ കാര്യത്തിൽ ആ നിലപാട് ചെറുതായിട്ടൊന്ന് മാറി. അത് പുള്ളിയോട് കാര്യത്തിലുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം, പക്ഷെ അതുകൊണ്ട് 70% കൊടുക്കുന്നത്. അപ്പൊ ഈ അനീഷിന്റെ ഒരു എന്റർടൈൻമെന്റിന് ഒരു 10% ബാക്കി എല്ലാ പോയിന്റ്സും അനീഷിന് ഒരു ഗ്രീൻ ലൈൻ ആണ്. 70% എബോ ഉണ്ട്, 100% നേടിയിട്ടുണ്ട്. അനീഷൊക്കെ 100% ഗെയിമറാണ്. അത് കഴിഞ്ഞിട്ട് അനീഷ് വരും. അനീഷ് വന്നിട്ട് അനീഷിന് കിട്ടുന്നത് അക്ബറിനെയാണ്. അക്ബർ 90% ഗെയിമർ, 80% എന്റർടൈൻമെന്റ്, സഹാനുഭൂതി 40%. അത് ശരിയാ, അക്ബറിന് വലിയ സഹാനുഭൂതി ഒന്നും ഇല്ല. വിശ്വസ്തത 50%, കുത്തിത്തിരിപ്പ് അതുകൊണ്ട്. പക്ഷെ അക്ബർ കൂടെ നിൽക്കുന്നവരെ സത്യമില്ല, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവൻ ഒരുത്തന്റെ അടുത്തൊരു വിശ്വസ്തത, അപ്പൊ അപ്പാനി എടുത്ത് വിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇറങ്ങി എവിറ്റായി പോകണമെന്നാവാൻ വിശ്വസ്തത അപ്പാനി എടുത്ത് കാണിക്കും. ഫ്രണ്ട്ഷിപ്പിനകത്ത് അക്ബറിന് 100%. അതിനകത്ത് ഒരു രീതിയിലും അക്ബർ ഒരു അനുഭവം കാണിച്ചിട്ടില്ല. അല്ലാതെ പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്, അതൊക്കെ വേറെ കാര്യം. സത്യസന്ധതയും 50% മാത്രമേ ഉള്ളെന്നാണ് അനീഷ് പറയുന്നത്. നിലപാടിലെ സ്ഥിരത 100%. എന്നിട്ട് പറയുന്നുണ്ട് ഓട്ടക്കരമാണെങ്കിലും ശരിയാണ്. അത് കഴിഞ്ഞിട്ട് അക്ബറിന് ആദിലയാണ്. ആദില ഗെയിമറോട് 40%, എന്റർടൈൻമെന്റ് 60%, സഹാനുഭൂതി 90%, വിശ്വസ്തതയുണ്ട് 80%. പക്ഷെ സത്യസന്ധത ഇവളെ സത്യസന്ധത ഇല്ല, 40%. കാര്യം അക്ബറിന്റെ ഭാവ കണ്ടോണ്ട് പോയിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാനല്ല കണ്ടത്. അപ്പൊ സത്യസന്ധത അവിടെ തീർന്ന്. നിലപാടിലെ സ്ഥിരത 50%. അത് കഴിഞ്ഞിട്ട് ആദില വരും. ആദിലക്ക് ഗെയിമായിട്ടുള്ള രീതി ആദില ആണ്. എന്റർടൈൻമെന്റ് 100%, സഹാനുഭൂതി 90%, വിശ്വസ്തത ഞാൻ കൊള്ളത്തില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. സത്യസന്ധത 40. സത്യത്തിൽ ആ 40 പോലും ഇവൻ ഡിസർവിങ് അല്ല. ഒരു തരത്തിലുള്ള സത്യസന്ധത ഇല്ലാത്തൊരുത്തരാണ് അവൻ. നിലപാടിലെ സ്ഥിരത 10 കൊടുത്തിട്ടുണ്ട്, 10% കൊടുത്തിട്ടുണ്ട്. മൈനസിലോട്ട് വല്ല ഉണ്ടായിരുന്നെ അത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഒരു നിലപാടിൽ ഒരു സ്ഥിരത ഇല്ലാത്തൊരുത്തരാണ്. അത് കഴിഞ്ഞിട്ട് സാബു വരും. ഷാനവാസിനെയാണ് ചൂസ് ചെയ്യുന്നത്. ഗെയിമർ എന്നുള്ള രീതിയിൽ 90%, എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ 100%, സഹാനുഭൂതി 80, വിശ്വസ്തത 60, സത്യസന്ധത 80, നിലപാടിലെ സ്ഥിരത 100. ഇത് കഴിഞ്ഞിട്ടാണ് ഷാനവാസ് വരുന്നത്. ഷാനവാസ് വന്നിട്ട് അനുമോളെയാണ് ഷാനവാസിന് കിട്ടുന്നത്. അയ്യോ, വളരെ 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 കൃത്യമായിട്ട് ആ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് അനുമോളുടെയാണ്. അനുമോള് ഗെയിമർ 100%, പക്കാ ഗെയിമറാണ് അനുമോൾ, പക്കാ ഗെയിമർ. അതിനകത്ത് ഒരു സംശയമില്ല, 100% അനുമോള് ഗെയിമറാണ്. എന്റർടൈൻമെന്റ് 20%. അവർക്ക് 20% ആയിരിക്കും അനുമോളുടെ ഭാഗത്തുള്ള എന്റർടൈൻമെന്റ്, പക്ഷെ നമുക്ക് 100% എന്റർടൈൻമെന്റ് അനുമോളുടെ ഭാഗത്ത് കിട്ടാറുണ്ട്. ഓക്കെ. സഹാനുഭൂതി 0, ഒരു സഹാനുഭൂതിയും ഇല്ല. പാവപ്പെട്ട അനീഷ് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ
മനുഷ്യൻ അവിടൊക്കെ കടന്ന് വിഷമിച്ച് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല നിലാവത്തഴിച്ചുവിട്ട കോഴിയെ പോലെ അങ്ങോട്ടൊക്കെ നടന്നിട്ട് അവള് അവിടെ എല്ലാം നടന്ന് അനിച്ചേട്ടനെ പ്രപ്പോസ് ചെയ്ത് പറഞ്ഞ് കളിച്ച് രസിക്കുകയായിരുന്നു. അനുമോൾക്ക് സഹാനുഭൂതി അനുമോളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ കുടുംബ പ്രേക്ഷകരുണ്ട്. വേറെ ഒരു മനുഷ്യന്റെ അടുത്ത് ഒരു കിണയുമില്ല. പിന്നെ പോകാൻ നേരത്ത് കാണിക്കുന്ന ഈ ആക്ടിങ് ഒക്കെ ഉണ്ടല്ലോ, കണ്ണ് നിറയുന്നു. അതൊക്കെ വെറും ഡ്രാമയാണ്. നെക്സ്റ്റ് മൊമെന്റിൽ ആരെങ്കിലും ഒരു ചിപ്പ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉറിഞ്ചിക്കൊണ്ട് അവിടെ മാറിയിരുന്ന് കരിച്ച അത് ഉറിഞ്ചിക്കൊണ്ട് മാറിയിരുന്ന് അവിടെ ചിരിക്കും. അത്രയുള്ള അനുമോളുടെ ഇത്. പിന്നെ വിശ്വസ്തത 10%. ഒരു കാലത്തും അനുമോളെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നാണ് ഷാനവാസ് പറയുന്നത്. സത്യസന്ധത എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനോട് പറയുന്നുണ്ട്, അതിന് തപ്പോട്ടം കിട്ടും. അവിടെ സീറോ ഉണ്ടല്ലോ, അത് തപ്പോട്ടം കിട്ടും. അവിടെ സീറോയ്ക്ക് പോലും വെക്കാൻ പറ്റത്തില്ല. ഒരു തരത്തിലുള്ള സത്യസന്ധത ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ നിലപാടിലെ സ്ഥിരത അനുമോൾക്ക് ഒട്ടും ഇല്ലാത്തൊരു കാര്യം അതാണ്. ഒട്ടും 10 ഇവിടെ ഷാനവാസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും അനുമോൾക്ക് തീരെ ഇല്ലാത്തൊരു കാര്യമാണ് നിലപാടിലെ സ്ഥിരത. നിലപാടെന്ന് പറയുന്ന ഒരു സാധനം അനുമോൾക്ക് തൊട്ട് വേണ്ടിയിട്ടില്ല. അനുമോളുടെ നിലപാടുകൾ സാഹചര്യത്തിനനുസരിച്ച്, പേഴ്സൺസിനനുസരിച്ച്, മൂഡിനനുസരിച്ച്, മഴയുണ്ടോ വെയിലുണ്ടോ അതനുസരിച്ച് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും അനുമോളുടെ നിലപാട്. പല സമയത്തും പല നിലപാട്. ഇത് കേട്ട അനുമോള് വരും. അനുമോള് കിട്ടുന്നത് 100ആണ്. 100ക്ക് ഗെയിമർ എന്നുള്ള രീതിയിൽ 90% കൊടുക്കുന്നത്. 100 ടാസ്കും കാര്യങ്ങളൊക്കെ പക്കാണ്. അല്ലാതെ ഗെയിമർ ഇൻ ദ സെൻസ് നോക്കുവാണെങ്കിൽ 100 ഫ്ലോപ്പാണ്. ക്യൂട്ടസ് മാത്രമേ വേറെ കാര്യമൊന്നും. എന്റർടൈൻമെന്റ് 50%. ഇത്രയൊന്നുമില്ല. പിന്നെ സഹാനുഭൂതി 90%. അതിലത്ര സഹാനുഭൂതി ഒന്നും മുറക്കില്ല. 100 കുറച്ചൊരു ഹാർഡായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പെട്ടെന്ന് അങ്ങനെ അലിയത്തൊന്നുമില്ല. പിന്നെ വിശ്വസ്തത 70, സത്യസന്ധത 70, നിലപാടിലെ സ്ഥിരത 50%. ഇതാണ് 100ക്ക് കൊടുക്കുന്നത്. പിന്നെ 100 എടുക്കുന്നത് സാബുവിനെയാണ്. സാബുവിനെ ഗെയിമർ എന്നുള്ള രീതിയിൽ 40%. 40ക്ക് എന്തിനാണ് കൊടുത്തത്? ഗെയിമർ എന്നുള്ള രീതിയിൽ ഇവരെ കൂട്ടാനേ പറ്റത്തില്ല. 0-ന് താഴെ എന്തിനുണ്ട് അവിടെ കൊടുക്കാനേ പറ്റത്തുള്ളൂ സാബുവിന്. അതിന്റെ എന്റർടൈൻമെന്റ് 90%. 100 പറയുന്ന റീസൺ യവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അത് എന്റർടൈൻമെന്റ് ആണെന്നാണ്. അത് സത്യം പറയാൻ ശരിയാണ്. കാര്യം അവിടെയുള്ള അനുമോള് വെറുതെ ഇരുന്ന് കരഞ്ഞാലോ അല്ലെങ്കിൽ ആരെടുത്തെങ്കിലും വെറുതെ ദേഷ്യപ്പെട്ടാലും ചിലപ്പോൾ നമ്മളെ കാണിക്കത്തില്ല. കാര്യം ഇത് എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഡയറക്ടറും ക്യാമറമാനും ഒക്കെ ഇത് കണ്ട് മടുത്ത്. പക്ഷെ സാബു ഒന്ന് കലിപ്പിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എപ്പിസോഡിൽ വരും. കാര്യം ഇതൊക്കെ വലിയ വൺസിന്റെ ബ്ലൂമിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതാ പറഞ്ഞത്, അവരൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒന്ന് പ്രതികരിച്ച് കഴിഞ്ഞാൽ അത് എന്റർടൈൻമെന്റ് അത് ശരിയാണ് കേട്ടോ. പക്ഷെ വല്ലപ്പോഴും ഒക്കെ എന്റർടൈൻമെന്റ് കാണത്തുള്ളത് മാത്രം. പിന്നെ സഹാനുഭൂതി 100%. അവൻ അതേ അറിയത്തുള്ളൂ. വിശ്വസ്ത 100%. അത്യാവശ്യം വിശ്വസിക്കാനുള്ള ഒരുത്തനാണ്. സത്യസന്ധത 100% കൊടുക്കുന്നുണ്ട്. പിന്നെ നിലപാടിലെ സ്ഥിരത 90 കൊടുക്കുന്നുണ്ട്. അതായത് അവിടെ നെവിൻ പറയുന്നുണ്ട്, ലാലേട്ട അവർ ഇതുവരെ നിലപാടെന്ന് പറയുന്ന ഒരു സാധനം വീട്ടിൽ പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ അവന് 90 കൊടുക്കാൻ പറ്റും? കുറെ പറയുന്നുണ്ട് അവൻ ഇതുവരെ നിലപാട് പറഞ്ഞിട്ട്. അവര് ഒരു കാര്യത്തിൽ ഒരു നിലപാടെന്ന് പറയുന്നത് താനും പറയാത്തൊരുത്തനാണ് ഈ സാബു എന്ന് പറയുന്നത്. സാബു വരാൻ ഒരു 1% പോലും ഡിസർവിങ് അല്ലാത്തൊരുത്തനാണ്. അയ്യോ, പിന്നെ ഈ സമൂഹത്തിന്റെ പ്രോട്ടോടൈപ്പ് ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിലുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് സാബു അകത്തോട്ട് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ടാസ്ക് പോലെ സമയം തള്ളി നീക്കി കൊണ്ടുപോകണ്ടായോ? സ്റ്റാർ ഓഫ് ദ ഷോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തി ആരാണ്? നമുക്ക് സാബുവിനെ കുറിച്ചിട്ടാണ്. സാബുവിനെ എനിക്ക് പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ അതിനെ പറ്റത്തുള്ളൂ. നിവിൻ സ്റ്റാർ ഓഫ് ദ ഷോ, നിവിൻ എന്നാണ് പറയുന്നത്. അതായത് അനീഷിനെ തീർച്ചയായിട്ടും ആരുടെ പേരായിരിക്കും പറയാൻ പോകുന്നത്? ഷാനവാസ്. അപ്പൊ ഷാനവാസ് നേരത്തെ അനീഷിനെ പൊക്കി പറഞ്ഞുകൊണ്ട് അനീഷ് പിന്നെയും ഷാനവാസിനെ പൊക്കി. അനീഷിന്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. ആരെടുത്തെങ്കിലും ദേഷ്യം തോന്നി കഴിഞ്ഞാൽ പിന്നെ അവരെ കുട്ടികൊണ്ട് പോലും മൈൻഡ് ചെയ്തില്ല. ആരെങ്കിലും പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് യോഗ്യത ഇല്ലെങ്കിലും അനീഷ് അവരെ ബൂസ്റ്റ് ചെയ്യും. ഇവിടെ അനീഷിന്റെ അടുത്ത് എന്തൊക്കെ ടാസ്ക് എന്ന് കൊടുത്തോ ആ ടാസ്ക് മൊത്തം ഷാനവാസിന്റെ പേര് മാത്രമാണ് അനീഷ് പറഞ്ഞത്. പിന്നെ അക്ബർ വന്നിട്ട് പറയുന്ന സ്റ്റാർ ഓഫ് ദ ഷോ ഒനീലിനെയാണ്. എനിക്കറിയാൻ പാടില്ല ഏത് ആംഗിളിലാണ് ഈ ഒനീലിനെ ഒക്കെ സ്റ്റാർ ഓഫ് ദ ഷോ. നെവിനും വന്നിട്ട് പറയുന്ന പേര് ഒനീലിന്റെ പേരാണ്. അവർക്ക് ചിലപ്പോൾ കിടിലാണെന്ന് തോന്നി കാണും. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി ഇത്രയും വെറുപ്പിച്ച ഒരു കണ്ടസ്റ്റന്റ് വേറെ കാണത്തില്ല. ഈ ഒനീലിന്റെ അത്രയും എന്തൊരു വെറുപ്പിനെ കടന്ന് കാണിക്കുന്നത്. പുറത്ത് കിടന്നിട്ട് ഇയാൾ പോയിട്ടില്ല ലക്ഷ്മിക്കെതിരെ കേസ് കൊടുക്കും, അവളെ കോടതി കയറ്റും എന്നൊക്കെ പറഞ്ഞ് വൻ വെല്ലുവിളിയൊക്കെ ആയിരുന്നു. ടിവിക്കകത്ത് ന്യൂസ് 18 പോയിരുന്നുണ്ട്. എന്തൊരു പട്ടി ഷോ! അയ്യേ, ഒരു ഷോയാണ്. ഷോയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്മിക്ക് അത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് ഇയാൾ പിന്നെയും പൊക്കി പിടിച്ചിട്ട് ഞാൻ കൊണ്ട് കേക്ക് കൊടുത്താണ് ലൈവിലേക്ക് നിൽക്കാൻ വേണ്ടിയുള്ള ഈ ഒരു അന്തരം മുതലാക്കി പിന്നെ 100 വന്നിട്ട് പറയുന്ന അഭിലാഷിന്റെ പേരാണ്. എനിക്കൊന്ന് അക്ബർ വന്നിട്ട് ഒനീലിന്റെ പേര് പറഞ്ഞതിന്റെ പേര് ഔട്ടായി പോയ ആൾക്കാരുടെ പേരാണ്. ആ ഒരു
പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനായിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ ഇതെങ്ങനെ മാറിപ്പോയത്, ഈ ഷോയുടെ ഗ്രാഫ് എങ്ങനെ മാറിപ്പോയത്. കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ ആ ഷോയുടെ ഗ്രാഫ് വെറും അടപടലം ബ്ലൂം ചിക്ക ബ്ലാ ബ്ലാ ആയി മാറിയേനെ. അതുപോലെ ജാസ്മിന്റെ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും അനുമോളും ഒരു പരിധി വരെ ഈ ഒരു ഷോയെ, ഇതിന്റെ റേറ്റിങ്ങിന് അനുമോളുടെ പരിപാടികൾ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് അനീഷും ഈ ഒരു ഷോയെ നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ഉള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അനീഷ് ഒരു സേഫ് ഗെയിം കളിച്ചിട്ടാണ് ഇടയിൽ കൂടെ അങ്ങ് പോയത്. ഇപ്പോഴും ആ ഒരു പരിപാടി ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അക്ബറിനെ ഒന്ന് ട്രോളുന്നുണ്ട്. അക്ബറിന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന ആരൊക്കെ ഉണ്ട് അവരൊക്കെ പോയ ചരിത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ. അപ്പം പുറത്ത് മാത്രമല്ല അകത്തും അതിന്റെ ഒരു ചർച്ചയുണ്ട്. പക്ഷെ നെവിൻ പറയുന്നുണ്ട് എനിക്ക് പേടിയൊന്നും ഇല്ല. കാര്യം നെവിൻ ഈ വട്ടം ജസ്റ്റിന് മിസ്സായതാണ് കേട്ടോ. മിക്കവാറും മിഡ് വീക്ക് എവിക്ഷൻ നെവിനെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ആര്യൻ എവിക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം അക്ബർ ആദ്യം പോയിട്ട് സാബുവിന്റെ അടുത്താണ് സംസാരിക്കടാ, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് മിണ്ടാതൊന്നും ഇരിക്കല്ലേ. അന്നേരമേ നമ്മൾ വിചാരിച്ച് സാബു അല്ലെങ്കിൽ നെവിൻ, ഇതിനകത്ത് ഒരാള് തീർന്ന് നെക്സ്റ്റ് വീക്കിൽ ഒരാള് പുറത്താ, സാബു അല്ലെങ്കിൽ നെവിൻ. അങ്ങനെ എവിക്ഷൻ പ്രക്രിയയാണ്. ഏറ്റവും അവസാനം വരുന്ന 3 പേര് ആദില, നെവിൻ, സാബു ആണ്. ബിഗ് ബോസ് ഈ കവാടം തുറന്നിട്ട് അതിനകത്തൊരു മാർക്കുണ്ട്, ആ മാർക്ക് വന്ന് നിൽക്കാൻ വേണ്ടി പറയും. ഇവരുടെ 3 പേരുടെ അടുത്താണ് പറയുന്നത്. ഈ പറയുന്ന സമയത്ത് ആദിലയുടെ ഒരു ഡയലോഗ് ഉണ്ട്, പോവല്ലേ ബാക്കിയുള്ളവരെടുത്ത് ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോ, വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന്. ബിഗ് ബോസിനെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് ആദില പറഞ്ഞ ശരിയാണ്. എവിക്റ്റ് ആക്കി ഇവരെ പോലും കാണിക്കാതെ അങ്ങ് കൊണ്ടുപോകും. ഒരു ടാറ്റാ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ടുള്ള അവസരം പോലും കിട്ടത്തില്ല. അങ്ങനെ എല്ലാവരും പോയിട്ട് എല്ലായിടത്തും ഹാപ്പി ബർത്ത്ഡേ അല്ല ടാറ്റാ ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരെ കണ്ണ് കെട്ടിയിട്ട് ഈ കഥവ് ഒരു വട്ടം അടയ്ക്കും, പിന്നെ തുറക്കും, പിന്നെ അടയ്ക്കും, പിന്നെ തുറക്കും, പിന്നെ അടയ്ക്കും, പിന്നെ തുറക്കുമ്പോ നമ്മുടെ ഷാബുമോനില്ല. അവിടെ കിടന്ന് തെള്ളി അണ്ണാച്ചിമാർ റൂപാട് വന്നതാണ്, തുറക്കും അടയ്ക്കും, തുറക്കും അടയ്ക്കും, തുറക്കും അടയ്ക്കും. അങ്ങനെ ഒരു വട്ടം തുറക്കുമ്പോഴത്തേക്ക് ഷാബുമോൻ ആവിയായി പോയിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഷാബു എവിക്റ്റ് ആയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആരുടെ മുഖത്ത് ദുഃഖമോ ഒന്നുമില്ല. ഇവ പണ്ടേ പോകേണ്ടതായിരുന്നു എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എല്ലാവരുടെയും മുഖത്ത്. ഞാനും അതാ വിചാരിക്കുന്നു, ഇത്രയും ദിവസം ഇത്ര ദിവസം നിന്ന് ഞങ്ങൾക്ക് അതാണോ മനസ്സിലാവാത്തത്, ഇത്ര ദിവസം എങ്ങനെ നിന്നത്. എന്റെ പൊന്ന് സാബു, സമ്മതിക്കണം മോനെ, സമ്മതിക്കണം. നിന്നെ പോലെ ഒരുത്തൻ ബിഗ് ബോസ് ചരിത്രത്തിൽ വല്ല കാണത്തില്ല. ഷാബുമാന്റെ കഴിഞ്ഞ ഇത്രയും ദിവസത്തെ യാത്ര നമുക്കൊന്ന് കാണാം. അത് കിട്ടിയാ ഇതെങ്ങനെ ഒപ്പിച്ച് ഇവന്റെ മറ്റേ വീഡിയോ എഡിറ്റർമാര് എങ്ങനെയൊക്കെയോ തപ്പി പറക്കി എടുത്തോണ്ട് വന്നതാണ് കേട്ടോ. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ മറ്റേ ഇൻട്രോയ്ക്കകത്ത് ഒരു 10-15 മിനിറ്റ് കാണിക്കുമല്ലോ, അതിട്ട് കുറച്ചു നേരം ഓടിച്ചങ്ങ് വിടും. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഇവൻ പറയുന്ന ഒന്നും അതിനകത്തില്ല. ഇവന്റെ ഡാൻസും ഇവന്റെ പുഷപ്പും ഇവന്റെ തുള്ളലും ഒക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവൻ അടിക്കുന്ന ഡയലോഗ് വളരെ 1-2 മാത്രമേ കാണിക്കത്തുള്ളൂ. ഇവനെ പറ്റി അക്ബർ പറയുന്നത്, ഷാനവാസ് പറയുന്നത്, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളാണ് കൂടുതൽ. ഇവനെ പറ്റിയ ആൾക്കാർ പറയുന്നതാണ് ആ വീഡിയോയ്ക്കകത്ത് മൊത്തം. അല്ലാതെ ഇവൻ പറയുന്നതിനകത്തില്ല. എഡിറ്റർമാര് കഷ്ടപ്പെട്ടാണ് ഇവനെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നു അത് വെച്ച് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്റെ പൊന്നെ, എഡിറ്റർമാർ ഇത്രയും വെള്ളം കുടിപ്പിച്ച ഒരു കണ്ടസ്റ്റന്റ് കാണത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇല്ല, മൂക്കിപ്പൊടിക്ക് പോലും ഒരു ക്ലിപ്പ് ഇല്ലല്ലോ. എത്ര എപ്പിസോഡ്, എത്ര ലൈവ് നോക്കണം ഇവന്റെ എന്തെങ്കിലും ഒരു പൊടിക്കെങ്കിലും ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. ഇവൻ കയറിയ 37ാമത്തെ ദിവസം തൊട്ടങ്ങാണ്ട് ഇവന്മാർ തപ്പാൻ തുടങ്ങിയത്, ഇപ്പോഴെങ്ങാണ്ടാ കിട്ടി. അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടത്. ലാലേട്ടാ 3 മിനിറ്റുള്ള ഇവനെ പറഞ്ഞു വിടാനുള്ള ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്, അവനെ തട്ടിയേരെ എന്ന് പറഞ്ഞിട്ടങ്ങാണ്ട് പറഞ്ഞു വിട്ടതാ. ഇത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാണ്. പുള്ളി പറയുന്നുണ്ട് ഇത് നെക്സ്റ്റ് ഗ്രാൻഡ് ഫിനാലെ വീക്ക് ആണ്. അടുത്ത വട്ടം കാണുമ്പോൾ എത്ര പേര് ഉണ്ടാവും എന്ന് അറിയില്ല, ആരൊക്കെ പോകുമെന്ന് അറിയില്ല. മിഡ് വീക്ക് എവിക്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. മിക്കവാറും 2 പേര് ഈ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ത്രൂ പോകാനുള്ള സാധ്യതയുണ്ട്. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഒരു 5-6 ദിവസം, ഈ 6 ദിവസം കൊണ്ട് ഈ പൊഴിഞ്ഞു പോയ കണ്ടസ്റ്റൻസ് എല്ലാം അകത്തോട്ട് തിരിച്ചു വരും. ഇവർ വന്നൊരു 2-3 ദിവസം ഇവരുടെ ഒരു കോണ്ടന്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു 3-ാം ദിവസമായിരിക്കും ഈ മിഡ് വീക്ക് എവിക്ഷൻ വരുന്നത്. ബുധനാഴ്ച വ്യാഴാഴ്ച ആയിരിക്കും വരുന്നത്. അന്നേരം ഒരാളെ ചിലപ്പോൾ തട്ടും, ചിലപ്പോൾ നെക്സ്റ്റ് ഡേ മറ്റൊരാളെയും കൂടെ തട്ടും. അങ്ങനെ 2 പേരെ ഈ ഒരു ആഴ്ച തട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഗിമിക്ക് പരിപാടിയൊക്കെ കാണിക്കണം, എന്നാലേ ഇതിന്റെ TRP കയറത്തുള്ളൂ. ഈ TRP ഫിനാലയുടെ ആ ഒരു വീക്കിലും ഫിനാലെ എപ്പിസോഡിലുമാണ് ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് കയറുന്നത്. ഒരു 15-16 മുകളിലോട്ടൊക്കെ കയറിയില്ലെങ്കിൽ ഫ്ലോപ്പ് ആണെന്നേ പറയാനുള്ളൂ. സോ നോക്കാം നമുക്ക് അന്നേരം അടുത്ത ആഴ്ച എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ ലാലേട്ടൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകും. അക്ബറും ഷാനവാസൊക്കെ തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉടായ്പത്തിനെ കാണിച്ച് എന്തൊക്കെ അടി ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ഇനി തീരാൻ പോവാ. അതിന്റെ ആഹ്ലാദമാണ്.
പക്ഷെ നൂറയുടെ മുഖത്ത് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വിഷമം. കാര്യം നൂറ വിചാരിച്ചിരുന്നത് ഈ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറഞ്ഞ ആ ഒരു സാധനം മറ്റേ ബോർഡ് കിട്ടിയല്ലോ അത് ടോപ്പ് 5 ടിക്കറ്റ് ആണ് എന്നാണ്. സത്യം പറഞ്ഞാൽ ഞാനും ഇങ്ങനെയാണ് വിചാരിച്ചിരുന്നത് കേട്ടോ, എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ ഹൗസിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ നൂറ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരാഴ്ചത്തേക്കുള്ള ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഒരാഴ്ചത്തേക്കുള്ള ഇമ്മ്യൂണിറ്റി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീക്കിൽ 100 സേവ് ആയിരുന്നു. ഈ ഒരാഴ്ച ഇമ്മ്യൂണിറ്റി മാത്രമാണ് 100ക്ക് കിട്ടിയത്. ഈ ഒരാഴ്ച 100ക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ 100 അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അതും പറയുന്നുണ്ട്, ഈ ഒരാഴ്ച ഈ സാധനം ഇല്ലെങ്കിൽ ഞാൻ സേവ് ആയി പോയാനല്ലേ, അത് 100 പറയുന്നുണ്ട്. ഈ ഇമ്മ്യൂണിറ്റി, ഈ കോണാത്തിലെ ഇമ്മ്യൂണിറ്റി വന്ന് മനുഷ്യനെ പറ്റിച്ച് മറ്റേ പലക പോലത്തെ ഒരു സാധനത്തെ ഗോൾഡൻ കളർ ലെറ്ററൊക്കെ അടിച്ച് ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞ് കൊടുത്ത് അന്ന് രാത്രി എല്ലാരും കൂടി ഇരുന്നിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് ബേബി ഇതിന് വേണ്ടിയിട്ടാണ് ബേബി നമ്മുടെ വീടിനകത്ത് ഇതുപോലത്തെ ഡിസൈൻ വെക്കണം. മിക്കവാറും ആ ഡിസൈൻ എടുത്ത് വിളയെ തള്ളാനുള്ള സാധ്യതയുണ്ട്. 100 മൊത്തത്തിൽ തകർത്ത് 100 വിചാരിച്ചു ടിക്കറ്റ് ഫിനാലെ ടോപ്പ് 5 ഞാൻ ഉറപ്പിച്ചു, ടോപ്പ് 5 വരെ ഞാൻ ഒന്നും നോക്കണ്ട, ഇങ്ങനെയൊക്കെ നിന്നാ മതി. പക്ഷെ 100ക്ക് ഇതുകൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ. അത് ഇതിനെ ഈ ഒരു ആംഗിളിൽ കാണണ്ട. 100 കളിച്ച ഗെയിം ആളുകൾ കാണുന്നുണ്ട്, അത് വിലയിരുത്തുന്നുണ്ട്, അത് വെച്ച് 100ക്ക് നല്ലൊരു ഗുണം കിട്ടുന്നുണ്ട്. അത് ആദ്യം അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇതിനകത്ത് കളിച്ചേക്കുന്ന ഗെയിമിനകത്ത് നിന്ന് കിട്ടുന്ന റിവാർഡ് ഭയങ്കര ചെറിയ റിവാർഡായിരിക്കും. പക്ഷെ ആ ഒരു ഗെയിം ജയിച്ചപ്പോ പുറത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ്, 100 സൂപ്പർ, 100 കിടിലം, എന്തോരം റീലാണ് 100യുടെ പേരിൽ ഇറങ്ങിയത്, എന്തോരം പോസ്റ്റുകളാണ് 100യുടെ പേരിൽ ഇറങ്ങിയത്, അതാണ് ആക്ച്വലി നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ്. അത് മനസ്സിലാക്കണം. ആ ഒരു ഗെയിം അത്രയും എഫേർട്ട് ഇട്ട് 100 കളിച്ചപ്പോൾ 100യുടെ ഗ്രാഫ് ഭയങ്കരമായിട്ട് കൂടി. കുറെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു, കുറെ അകത്തുള്ള ആളുകൾ തന്നെ അക്സെപ്റ്റ് ചെയ്തു. അതാണ് 100 കിട്ടുന്ന റിവാർഡ്. അത് 100ക്ക് ഇവിടെ മനസ്സിലാവുന്നില്ല. 100 എനിക്ക് ഒരു 1 വീക്ക് ഇത് മാത്രമാണോ? അത് സത്യം പറയാൻ 100യുടെ ഭാഗത്ത് ന്യായമുണ്ട്. അത് ഞാൻ ന്യായമില്ലെന്ന് പറയുന്നില്ല. 1 വീക്ക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണോ ഞാൻ കളിച്ചത് എന്നുള്ള ഒരു തോട്ട് പുള്ളിക്കാരന് മനുഷ്യനാണ് തോന്നാം. അത് കഴിഞ്ഞിട്ട് അനുമോൾക്ക് ഭയങ്കര ടെൻഷൻ. അനീഷേട്ടന്റെ എന്റെയും കാര്യം പുറത്തെങ്ങനെ പോയെന്ന് ഭയങ്കര ടെൻഷൻ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അത് ഫണ്ണായിട്ടാ പോയത്, നീ അത് കൂടുതൽ ഓർത്തിക്കാൻ നിൽക്കണ്ട. പുറത്ത് നെഗറ്റീവായിട്ട് പോലും അതിന്റെ കുറ്റം ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം അതിന് കുറുന്താളിപ്പാണ് അനുമോൾ അതിനകത്ത് കിടന്ന് കാണിച്ചത്. എന്നിട്ട് ആ ഒരു ഡയലോഗിനകത്താണ് അനുമോൾ വെറും കൂറയാണെന്ന് മനസ്സിലായത്. കാര്യം ഇഷ്ടമാണെന്ന് വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാളെ ഒരു ബ്രദർ ആക്കി മാറ്റി. അതിനു മുമ്പ് അനീഷേട്ടാ ഹാർട്ട് എന്നും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് കുറുന്താളിച്ച് അങ്ങേരെ കൊണ്ട് ഇഷ്ടം തോന്നിപ്പിച്ച് എന്നിട്ട് അങ്ങേരെ വന്ന് അവസാനം പറഞ്ഞപ്പോ അയ്യോ ഞാൻ ചേട്ടനെ ഒരു ബ്രദറായിട്ടാ കണ്ടേ എന്ന് പറഞ്ഞ് ക്യൂട്ട്നെസ് ഇട്ട് മെഴുകി വാരി എണ്ണാക്കി കൊടുക്കുന്നതാണോ പരിപാടി? അതുവരെ നെഗറ്റീവ് ആയില്ലെങ്കിലുള്ള അതിശയം. ഇത് കഴിഞ്ഞ് പുറത്ത് അക്ബറും ഷാനവാസും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അന്നേരം ഷാനവാസ് പറയുന്ന ഒരു കാര്യം, അനുമോള് മാക്സിമം ലാലേട്ടന്റെ എപ്പിസോഡിൽ ചർച്ചയാവാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തെ ബൂസ്റ്റ് ചെയ്തോ എന്നൊരു തോന്നല്. എന്നുവെച്ചാൽ അനീഷ് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരു കാര്യം, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ കടന്ന് പറഞ്ഞത്. അതെനിക്കറിയില്ല, അതെനിക്ക് തോന്നുന്നില്ല ചർച്ച ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞോന്ന്. കാര്യം അങ്ങനെ ചർച്ച ആയ സമയത്തും അനുമോളാണ് ഏറ്റവും കൂടുതൽ അവിടെ നാണം കെട്ട പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നെവിനെ സാരി പിടിപ്പിക്കുന്നുണ്ട്. നെവിന്റെ കുറച്ച് കോമഡി പരിപാടികളൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഫൈൻഡ് അപ്പ് ആവുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ് നടന്നത്. നാളെ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. സോ എന്താണ് ഗൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ? കൂടുതലൊന്നും പറയുന്നില്ല. വിമൻസിന്റെ ക്രിക്കറ്റ് ഫൈനൽ നടക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തീർത്തിട്ട് ചറവറ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാൻ ശ്രമിക്കുന്നത്. അപ്പൊ നാളെ ഞാൻ വേറെ വീട്ടിൽ. അപ്പൊ ശരി, നമ്മുടെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ല, ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ശരി, ടാറ്റ ബൈ ബൈ.